ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗണിന്റെയും ജോർജിയൻ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ എടത്വ നദീതീര സൗന്ദര്യവൽക്കരണ യജ്ഞത്തിന് തുടക്കമായി. ചലച്ചിത്ര നടൻ ഉല്ലാസ് പന്തളം ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗണിന്റെയും ജോർജിയൻ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ എടത്വ നദീതീര സൗന്ദര്യവൽക്കരണ യജ്ഞത്തിന് തുടക്കമായി. ചലച്ചിത്ര നടൻ ഉല്ലാസ് പന്തളം ഉദ്ഘാടനം നിർവഹിച്ചു. അന്തരിച്ച ആൻഡപ്പൻ അമ്പിയായത്ത് സാറിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി പ്രകൃതി സ്നേഹിയും പരിസ്ഥിതി സ്നേഹിയൊക്കെ ആയ ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു വട്ടം സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അന്തരിച്ച ആൻഡപ്പൻ അമ്പിയായത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നദീ സംരക്ഷണ സൗന്ദര്യവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ആൻഡപ്പനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ സേവനങ്ങളെയും ഇവിടെ നന്ദിയോടെ ഓർക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആൻഡപ്പൻ അമ്പിയായത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എടത്വായിൽ നദീതീര സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിക്കുന്നു. ഇന്ന് എങ്ങനെയാണ് പറ്റുന്നത്? വലിയ പാടാ. ഇപ്പോൾ വലിയ പ്രയാസം, ഇത്തരം കാര്യങ്ങൾക്കൊന്നും ആളിനെ കിട്ടത്തില്ല. എല്ലാവരും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ മൊബൈലിനകത്ത്. അപ്പോൾ അതിനകത്ത് അത് ടി വിയൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുന്നൊരു സമയം പോവുക. അപ്പോൾ ഞാൻ കണ്ണൂരിട്ടുന്നുണ്ട് നമ്മുടെ മുട്ട. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. എടത്വ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേഷ്മ ജോൺസൺ മുഖ്യ സന്ദേശം നൽകി. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ബി ഇടിക്കുള അധ്യക്ഷനായി. ജോർജിയൻ സംഘം പ്രസിഡന്റ് ബിനോയ് ജോസഫ്, ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ, കോർഡിനേറ്റർ കെ ജയചന്ദ്രൻ, ജോർജിയൻ സംഘം സെക്രട്ടറി കെ തങ്കച്ചൻ, ഖജാൻജി കുഞ്ഞുമോൻ മുണ്ടുവേലിൽ, ടോബി പള്ളിപ്പറമ്പിൽ, ജോജി മെതിക്കളം, ബിജു കട്ടപ്പുറം, ഷോജി മീനത്തേൽ, റിജോ കട്ടപ്പുറം, ടീസൺ മുണ്ടുവേലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ എടത്വ വില്ലേജ് ഓഫീസിന് പുറകുവശത്തെ വർഷങ്ങളായി ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ ഇവർ ശ്രമദാനത്തിലൂടെ നീക്കം ചെയ്തിരുന്നു. നദീതീര പാർക്ക് വേണമെന്നുള്ള ദേശവാസികളുടെ ആവശ്യമാണ് ഇതോടൊപ്പം യാഥാർത്ഥ്യമാകുന്നത്. ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ അന്തരിച്ച ആൻഡപ്പൻ അമ്പിയായത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി എടത്വ വിഷൻ 2020 എന്ന പദ്ധതിയിലൂടെ നദീതീര സൗന്ദര്യവൽക്കരണം തുടക്കം കുറിച്ചെങ്കിലും പിന്നീട് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എടത്വ പള്ളിയുടെ ചിലവിൽ കുരിശടി മുതൽ പള്ളിപ്പാലം വരെയുള്ള ഭാഗങ്ങൾ മനോഹരമാക്കിയിട്ടുമുണ്ട്. ഇവിടെ തയ്യാറാക്കുന്ന പാർക്കിലേക്ക് വ്യാപാരി വ്യവസായ സംഘടനകൾ ഉൾപ്പെടെ നിരവധി പേർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതി ജനറൽ കൺവീനർ ജി രാധാകൃഷ്ണൻ അറിയിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.